ഹായ് ഫ്രണ്ട്സ്, ഈ അൺബോക്സ് ചെയ്യുന്നത് എന്താണെന്നറിയോ? ഞങ്ങൾ കുഞ്ഞ് നീന്താൻ തുടങ്ങി കഴിയുമ്പം എല്ലാവരും നേരിടുന്നൊരു പ്രശ്നമാണ്, എവിടെ കിടത്തിയാലും നീന്തിപ്പോവും. ഭയങ്കര പാടാണ്. ഒരിടത്ത് അവരെ കിടത്തിയാൽ അവരവിടെ കിടക്കത്തില്ല. അപ്പം കട്ടിലയിലൊക്കെ കിടത്തി കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ടെൻഷനാണ്. നമ്മൾ ചുറ്റും തലയണ വെച്ചാൽ അവരതിൻ്റെ മേളിൽ കൂടെ ക്രോസ് ചെയ്ത് കട്ടിലിൽ നിന്ന് താഴെ വീഴാൻ പോകും. അങ്ങനെ ഞങ്ങൾക്ക് പേടിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഓൺലൈനിൽ നോക്കിയപ്പോൾ കണ്ട കേട്ടോ ഇത്. ബെഡ് റെയിലാണ് ഇത്. നമുക്ക് കട്ടിലിൻ്റെ വൺ സൈഡ് വെക്കണമെങ്കിൽ അങ്ങനെ വൺ പീസായിട്ട്, അല്ലെങ്കിൽ രണ്ട് സൈഡ് വെക്കണം അങ്ങനെ, മൂന്ന് സൈഡ് വെക്കണം അങ്ങനെ, അങ്ങനെ അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങൾ മൂന്ന് സൈഡും വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മൂന്ന് സൈഡും ഇങ്ങനെ മേടിച്ച് ആമസോണിൽ നിന്ന് മേടിച്ചിട്ട് അതിലൊരു മാനുവൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി ഞങ്ങൾ സെറ്റ് ചെയ്തെടുത്തു. ഇത് ബെഡിൻ്റെ താഴേക്ക് വെച്ചിട്ട് കട്ടിലുമായിട്ട് സ്ക്രൂ ചെയ്ത് വെക്കാൻ പറ്റുമേ. പിന്നെ ഇത് ഭയങ്കര ഹെൽപ്പിംഗ് ആണ്. കുഞ്ഞ് ഉറക്കി കിടത്തി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ട് തിരിയാൻ. എങ്ങനെ കട്ടിലിൽ നിന്ന് വീണാലോ ഉണർന്നാൽ നമ്മൾ അറിയത്തില്ല. ചില സമയത്ത് പണ്ടായിരുന്നെങ്കിൽ കുഞ്ഞായിരിക്കുമ്പോൾ കരഞ്ഞുകൊണ്ടിരുന്നേക്കും. ഒരു സമയം കഴിയുമ്പോൾ ആൾ കട്ടിൻ്റെ അറ്റത്തെത്തുമ്പോഴായിരിക്കും കരയുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് ഇങ്ങനെ പിള്ളേർ വന്ന് പിടിച്ച് നിന്നോളും. ഒരു സപ്പോർട്ടീവായിട്ട്, അല്ലെങ്കിൽ ഒരു ഗേറ്റ് പോലൊക്കെ അവർക്ക് ഫീൽ ചെയ്യും. അവർക്കാണെങ്കിലും ഇതേ പിടിച്ചിട്ട് താഴോട്ടൊക്കെ ചാടാനുള്ള, ഇതൊക്കെ മെത്തേ കടന്ന് തുള്ളാനുള്ള ഒരു ടെൻഡൻസിയൊക്കെ. ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ പുള്ളി. അതിൻ്റെ അത് കൊണ്ടിട്ടപ്പോൾ ഭയങ്കരമായിട്ട് ചിരിയും കളിയൊക്കെ ആയിരുന്നു. ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്, അല്ലെങ്കിൽ നല്ലൊരു ഹെൽപ്പിംഗ് ആയിട്ടുള്ള കാര്യമാണ്.